ഹലോ ഗീസ്, ഇതെവിടെയാണെന്നറിയോ? ഇത് പറയാമോ ഇതെവിടെയാണ്? പിന്നെ ഞാൻ മൂക്കുറ്റി വാങ്ങിച്ചെങ്ങനെയുണ്ട് കൊണ്ടോ? 5000 രൂപയായി കേട്ടോ. 5000 രൂപയായി ഈ മൂക്കുറ്റിക്ക്. എങ്ങനെയുണ്ട്? എനിക്ക് ഈ മൂക്കുത്തി ഇഷ്ടമായതുകൊണ്ട് ഇത് സ്വർണം മേടിച്ചു. ഇത്രയും ദിവസം ഇട്ടിരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. അപ്പോൾ സ്വർണം മേടിച്ചിട്ട് ഞങ്ങളിവിടെ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുക. അപ്പം ഇനി എൻ്റെ ഈ മൂക്കിലും കൂടി തുളയിട്ടാലൊന്നും ഇവിടെ ഇല്ല. 2 മൂക്കുത്തി ഇവിടെ പതിഞ്ഞ് കിടക്കണം. മൂക്കുത്തിയുടെ ഇവിടെ ഇത് നല്ല ഭംഗി ഉണ്ടാവില്ലേ? എനിക്കത് ഇഷ്ടമാണ്. ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിതാ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. അടുത്ത് മഴ വരുന്നുണ്ട്. വരൂ. ഇത് വന്നിട്ട് ചോറ്റാനിക്കര അമ്പലമാണ് കേട്ടോ. വേറെ ദൂരോട്ടൊന്നുമല്ല. ഞങ്ങൾ വിചാരിക്കാതെ വന്ന ഒരു യാത്രയാണ്. ഓക്കെ, അപ്പോൾ തിരിച്ച് പോകാൻ പോവുകയാണ്. നല്ല മഴക്കാറ് വരുന്നുണ്ട്. ഇതാണ് അമ്മമാരൊക്കെ എന്നോട് കാശ് ഞാൻ പാത്രം മറിഞ്ഞ് മാത്രമേ എന്തായാലും ചെയ്യണം. അയ്യോ, ഇവിടെയൊക്കെ വെള്ളമാണ് കേട്ടോ. വീഴാൻ ചാൻസ് ഉണ്ട്. സൂക്ഷിച്ചിട്ടാണ് നടക്കണം കേട്ടോ. ഇനി ചെരുപ്പ് കൗണ്ടറിലിട്ടോ, ചെരുപ്പ് എടുക്കാം. ഇവിടെ എത്ര പട്ടികളാണ് അവിടെ കിടക്കണേ. ദേവസ്വം ബോർഡ് നല്ല വിപുലീകരിച്ചു കേട്ടോ. ഉള്ളിലാക്കി ദേവസ്വം ബോർഡ് നല്ല രീതിയിൽ വൃത്തി മെനയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ചെരുപ്പ് എടുക്കാൻ വേണ്ടി നിൽക്കുക. കാരണം മഴക്കാറുണ്ടോ? അയ്യോ, വീട്ടിലെത്തുന്നതിന് മുമ്പ് മഴ പെയ്യും. ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ നടയിൽ നിന്ന് കുറച്ച് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി. കാരണം ഇത് ഒരു പഞ്ചായത്ത് സെക്ടറാണ്, അതായത് ഗ്രാമാന്തരീക്ഷത്തിലുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ നല്ല ഫ്രഷും പച്ചക്കറി കിട്ടും. അപ്പോൾ കഴിക്കാൻ പോവുകയാണ്. ഈ ചീര വേണം കേട്ടോ. എത്ര രൂപ? അത്രയും വേണ്ട കേട്ടോ, കുറച്ച് മതി. ഇനി അതിൻ്റെ പകുതി തരൂ. വേണ്ട. വെണ്ടയ്ക്ക എടുക്കാം.